There is the Brazilian lineup at the start of this World Cup final. So much humming and erring over the possible. ജൂലൈ 12, 1998 4 വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഒരു ഫുട്ബോൾ മാമാങ്കം. എന്നാൽ ആ ഫൈനൽ മത്സരം അന്നത്തെ മഹത്തായ നിഗൂഢതകളിൽ ഒന്നാണ്. സിനദിൻ സിദാനും ഫ്രാൻസും വിജയിച്ച ആ മത്സരത്തിൽ ആ ഇതിഹാസത്തിന് എന്താണ് സംഭവിച്ചത്? 1994 2002 ഇടയിൽ ബ്രസീൽ തോറ്റ ഒരേയൊരു ലോകകപ്പ് ഫൈനലായിരുന്നു അത്. ആവേശം, വേദന, സന്തോഷം എന്നിങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ അവശേഷിപ്പിച്ചാണ് 98 ലോകകപ്പിന് സമാപനമായത്. അവരുടെ 5ാം ലോകകപ്പ് ലക്ഷ്യമിട്ടായിരുന്നു ബ്രസീൽ ഫൈനൽ പോരാട്ടത്തിന് എത്തിയത്. അന്ന് വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഫോർവേഡായിരുന്നു റൊണാൾഡോ നസാരിയോ. വേഗത്തിലും ബോൾ കൈവശം വയ്ക്കുന്നതിലും അദ്ദേഹത്തിന് വെല്ലാൻ മറ്റൊരു താരവും അന്നുണ്ടായിരുന്നില്ല. സംഭവത്തിന് മുൻപ് അർജന്റീന ലോകകപ്പ് ഫൈനലിൽ മത്സരിക്കുന്നതും മെസ്സിയെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതും സങ്കല്പിക്കുക. വർഷങ്ങൾക്ക് മുൻപ് ആ വേനൽക്കാലത്ത് ഫ്രാൻസിലെ സ്റ്റേഡ് ഡി ഫ്രാൻസിലുണ്ടായ സംഭവത്തിൻ്റെ വ്യാപ്തി അതായിരുന്നു. റൊണാൾഡോയുടെ ബ്രസീലും സിനദിൻ സിദാൻ്റെ ഫ്രാൻസും ആ കലാശ പോരാട്ടത്തിനൊരുങ്ങി. എന്നാൽ അതിക്രൂരമെന്ന് ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ച ഒരു വലിയ ട്വിസ്റ്റാണ് പിന്നീട് നടന്നത്. മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹോട്ടലിൽ വെച്ച് റൊണാൾഡോയ്ക്ക് അപസ്മാരം ബാധിച്ചു. അബോധാവസ്ഥയിൽ റൊണാൾഡോ നിലത്ത് വീണു. റൂമിലുണ്ടായിരുന്ന റോബർട്ടോ കാർലോസ് ഉടൻ തന്നെ ടീം ഡോക്ടർമാരെയും സഹതാരങ്ങളെയും വിവരമറിയിച്ചു. സമനില വീണ്ടെടുത്ത അദ്ദേഹത്തിന് ഡോക്ടർമാർ ഉറങ്ങാനുള്ള മരുന്ന് നൽകി. ഒറ്റ നിമിഷം കൊണ്ട് ബ്രസീലിൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു. ഫൈനൽ മത്സരത്തിൽ റൊണാൾഡോ ഉണ്ടാകില്ലെന്ന വാർത്ത ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു. ഫ്രാൻസിലെത്തിയ ബ്രസീൽ ആരാധകർ കാര്യമെന്തെന്നറിയാതെ അമ്പരന്നു. എന്നാൽ ഉറക്കമെഴുന്നേറ്റ റൊണാൾഡോ നേരെ പോയത് ഫൈനൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്കാണ്. മത്സരത്തിന് 1 മണിക്കൂർ മുൻപ് റൊണാൾഡോയ്ക്ക് പകരം മറ്റൊരു താരത്തെ ഫൈനൽ മത്സരത്തിൽ ഉൾപ്പെടുത്തിയ കോച്ച് മെരിയോ സെഗല്ലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റി. റൊണാൾഡോ മത്സരത്തിൽ ഇറങ്ങിയെങ്കിലും അതുവരെയുള്ള ലോകകപ്പിലെ ഏറ്റവും വലിയ തോൽവിയാണ് ബ്രസീൽ ഫ്രാൻസിനോട് ഏറ്റുവാങ്ങിയത്. റൊണാൾഡോയുടേതാകേണ്ടിയിരുന്ന ലോകകപ്പ് പിന്നീട് സിനദിൻ സിദാൻ സ്വന്തമാക്കി. പിന്നീട് നിരവധി സംഭവങ്ങളുണ്ടായി. റൊണാൾഡോയെ പുറത്തിരുത്താൻ ഫ്രാൻസ് പറഞ്ഞതനുസരിച്ച് ഹോട്ടൽ ജീവനക്കാർ താരത്തിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയെന്നായിരുന്നു ആരോപണം. എന്നാൽ വേ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൽ പറയുന്നത് മറ്റൊരു കഥയാണ്. നൈക്കിയായിരുന്നു അന്നത്തെ ബ്രസീൽ ടീമിൻ്റെ സ്പോൺസർ. റെക്കോർഡ് തുകയ്ക്കാണ് നൈക്കി ടീമുമായി സ്പോൺസർഷിപ്പിൽ ഒപ്പുവെച്ചത്, ഏകദേശം $160 ദശലക്ഷം. എന്നാൽ ഫൈനൽ മത്സരത്തിൽ തോറ്റുകൊടുത്താൽ 2006 ലോകകപ്പ് സ്വന്തം നാട്ടിൽ നടത്താമെന്ന ആരോപണങ്ങളും അന്ന് ഉയർന്നു വന്നു. ഇതിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപസ്മാരമെന്നും എല്ലാവരും പറഞ്ഞു. എന്നാൽ റെക്കോർഡ് തുക ഇറക്കിയ നൈക്കി റൊണാൾഡോയെ പുറത്തിരുത്താൻ സമ്മതിച്ചില്ല. നൈക്കിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണത്രേ റൊണാൾഡോ മണിക്കൂറുകൾക്ക് മുൻപ് സ്റ്റേഡിയത്തിലെത്തിയതെന്നും ആരോപണങ്ങൾ ഉയർന്നു. അപസ്മാരമുള്ളത് എനിക്കറിയില്ലായിരുന്നു, താരം പിന്നീട് അഭിമുഖത്തിൽ പറഞ്ഞു. ഡോക്ടർമാർക്കും അറിയില്ലായിരുന്നു. പാരീസിനെയും റൊണാൾഡോയെയും സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഓർമ്മകളുള്ള മത്സരമായിരുന്നു അന്ന്. അപ്രതീക്ഷിതമായി എത്തിയ അപസ്മാരമാണ് ബ്രസീലിൻ്റെ 5ാം ലോകകപ്പ് മോഹം തല്ലിക്കെടുത്തിയത്. ടൂർണമെൻറ്റിൻ്റെ ആരംഭം മുതൽ ബ്രസീലിൻ്റെ നെടുംതൂണായ റൊണാൾഡോ ഫൈനൽ മത്സരത്തിൽ നിഴലായി മാറി. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. രോഗവും ഇഞ്ചുറികളും വേട്ടയാടിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഫുട്ബോളിലെ പല താരങ്ങളും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിന് വേണ്ടി മത്സരിച്ചേനെ.